ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ കേരളം ഒരു യുക്തിവാദ ഭൂമികയാണോ അതോ ദൈവവിധിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന അന്ധവിശ്വാസികളുടെ നാടാണോ? ശാസ്ത്രബോധം മാത്രം മതി എന്ന് പ്രസംഗിച്ച് അധികാരത്തിൽ വന്നൊരു പ്രസ്ഥാനം തങ്ങളുടെ ഭരണത്തലവന്റെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിൽ ഒരു ഗോശാല സ്ഥാപിച്ചതും കറുത്ത കാറിൽ മാത്രം യാത്ര ചെയ്യാൻ തുടങ്ങിയതും എന്തിനു വേണ്ടിയാണ്? സാമ്പത്തിക പ്രതിസന്ധിയും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും ബന്ധു നിയമന വിവാദങ്ങളും എന്തിന് കേരളത്തിലെ പ്രളയം പോലും ഇവയ്ക്കെല്ലാം കാരണം ശബരിമലയിലെ ഒരു മഹാശാപമാണ് എന്നും ആ പാപഫലം രാജാവിനെ ബാധിച്ചിരിക്കുന്നുവെന്നും ഒരു ജ്യോതിഷ ചാർട്ട് പ്രവചിച്ചാലോ? ഈ കഥ സാങ്കല്പികമല്ല, മറിച്ച് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നടന്ന ഞെട്ടിക്കുന്ന ഒരു സത്യമാണ്. മതം ഒരു മയക്കുമരുന്നാണ് എന്ന് പ്രഖ്യാപിച്ചവർ ഇന്ന് ശനിശാന്തിക്ക് കറുപ്പ് ധരിക്കുന്നു. അയ്യപ്പൻ എന്ന പേര് കേട്ടാൽ അകലം പാലിച്ചിരുന്നവർ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ഭക്തരെ വിളിച്ചുകൂട്ടി ആഗോള അയ്യപ്പ സേവാ സംഗമം നടത്തുന്നു. ഇത് വെറും ഒരു ഭക്തിപ്രകടനമല്ല, മറിച്ച് ജ്യോതിഷത്തിൽ നിർദ്ദേശിച്ച ഒരു പാപ പരിഹാര ക്രിയയുടെ ഭാഗമാണ്. നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു യുക്തിവാദി സർക്കാർ എന്തിനാണ് ദൈവവിളികളെ കേട്ട് ഈ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത്? ശബരിമലയിൽ അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് സാക്ഷാൽ ശാസ്താവിന്റെ ശാപം ശക്തമായതുകൊണ്ടാണോ, അതോ തങ്ങളുടെ ഭരണപരാജയങ്ങളെയും അഴിമതി ആരോപണങ്ങളെയും മറച്ചു പിടിക്കാൻ ദൈവകോപത്തെ ഒരു മറയാക്കി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണോ? മുഖ്യമന്ത്രിയുടെ കറുത്ത കാറും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിന്റെ ജയിൽവാസവും ക്ലിഫ് ഹൗസിലെ പുത്തൻ ഗോശാലയും ഇവയെല്ലാം ഒരു ചരടിൽ കോർത്ത ഒരു ജ്യോതിഷ ചാർട്ടിന്റെ ഭാഗമാണെങ്കിൽ ആ ചാർട്ട് എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്? സത്യം അറിയണമെങ്കിൽ ഈ നിരീശ്വരവാദിയുടെ ദൈവവിളിയുടെ മുഴുവൻ കഥയും കാണുക. ആദ്യം നമുക്ക് ആ ഞെട്ടിക്കുന്ന ജ്യോതിഷ ചാർട്ടിലേക്ക് കടക്കാം. കേരളത്തിന്റെ ഭരണാധികാരികളെ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിച്ച ആ ഒരു പ്രവചനം. ശബരിമലയിൽ ക്ഷേത്രധർമ്മത്തിനുണ്ടായ ഭംഗം മൂലം ശാസ്താവിന്റെ ശാപഫലം ശക്തമായിരിക്കുന്നു അത്രേ. ശനി, കേതു, ഗുരു, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം മൂലം രാജാവിന് രോഗങ്ങളും അപമാനവും ബന്ധനവും സ്ഥാനഭ്രഷ്ടവും എല്ലാം ഉണ്ടാകാം. ഈ ജന്മത്തിലെ പാപങ്ങൾ മുജ്ജന്മ പുണ്യത്തെ പൂർണ്ണമായും ഹനിച്ചിരിക്കുന്നു. ഇതെല്ലാമാണ് ചാർട്ടിലെ നിഗമനം. ഇനി പരിഹാരങ്ങളിലേക്ക് വരാം. ഒന്നാമതായി നമ്മുടെ യുക്തിവാദികൾക്ക് പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പരിഹാരം, അതാണ് ഗോസേവ. അതെ, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ക്ലിഫ് ഹൗസിനോട് ചേർന്ന് ഒരു ഗോശാല സ്ഥാപിക്കുക. പൊതുരംഗത്തും രാഷ്ട്രീയ പ്രസംഗങ്ങളിലും മതം അന്ധവിശ്വാസമാണ് എന്ന് പ്രസംഗിച്ചവരുടെ വീടിന് സമീപം ഒരു ഗോശാല, പശുവിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനെ എന്നും എതിർത്തവർ ഇപ്പോൾ ഗോമാതാവിന്റെ കാൽക്കൽ അഭയം തേടിയിരിക്കുകയാണ്. ഇത് കേവലം ഒരു ആരോഗ്യപരമായ പരിപാലനമല്ല, മറിച്ച് പാപ പരിഹാരത്തിനുള്ള അത്യന്താപേക്ഷിതമായ ഒരു ക്രിയയാണെന്നാണ് വിലയിരുത്തൽ. കൂടാതെ സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രം 1008 തവണ ജപിക്കുക, ദേവിയുടെ പാദം മുറുകെ പിടിച്ച് തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിക്കുക തുടങ്ങിയ ഭക്തിപരമായ നിർദ്ദേശങ്ങളും ചാർട്ടിലുണ്ട്. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ മൂക്കത്ത് വിരൽ വെക്കുന്നത്. നിരീശ്വരവാദം മുഖമുദ്രയാക്കിയ മുഖ്യമന്ത്രിയുടെ കുടുംബം ക്ഷേത്രങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതും ക്ലിഫ് ഹൗസിൽ ഗോശാല സ്ഥാപിച്ചതും ഇതെല്ലാം ഈ മഹാപാപ പരിഹാര രേഖയുടെ ഭാഗമായിരുന്നോ? ദൈവത്തെ ഭയമില്ലാത്തവർ ദൈവകോപത്തിൽ നിന്നും രക്ഷ നേടാൻ ഗോസേവ നടത്തുന്നു. ഇതിലും വലിയൊരു ഐറണി ഇനി ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? ഇത് ചാർട്ടിലെ മറ്റൊരു നിർണായക ഭാഗം നമുക്ക് നോക്കാം. ശനി, ശാന്തി, ജ്യോതിഷി നിർദ്ദേശിച്ചത് വ്യക്തമാണ്. സദാ കറുപ്പ് ധരിക്കുക, അത് സാധ്യമല്ലെങ്കിൽ കറുത്ത വാഹനത്തിൽ മാത്രം സഞ്ചരിക്കുക. ഈ നിർദ്ദേശം കേട്ടാൽ ഏതൊരാൾക്കും ഓർമ്മ വരുന്നത് നമ്മുടെ സഖാവിന്റെ ആ കറുത്ത കാർഭ്രമമാണ്. ലക്ഷങ്ങൾ മുടക്കി എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി മുഖ്യമന്ത്രി കെയുടെ കറുത്ത കാറിലേക്ക് തന്റെ യാത്ര മാറ്റിയത് വെറും ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നില്ല എന്ന് വേണം കരുതാൻ. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ശബരിമല യുവതീ പ്രവേശന വിവാദ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറും ഇതേ പരിഹാര കർമ്മം ഏറ്റെടുത്തു എന്നതാണ് കൗതുകമായിട്ടുള്ളൊരു കാര്യം. മുമ്പ് വെള്ള ഇന്നോവയിൽ സഞ്ചരിച്ചിരുന്ന അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് ഉപേക്ഷിച്ച് കറുത്ത ഇന്നോവ വാങ്ങുന്നു. മുഖ്യമന്ത്രിയുടെ ഇഷ്ടത്തോടുള്ള ആഭിമുഖ്യം എന്നൊക്കെ പുറമെ വിശദീകരിച്ചിരുന്നെങ്കിലും ഈ യാത്രാ മാറ്റത്തിന് പിന്നിൽ ഈ ജ്യോതിഷ ചാർട്ടിലെ ശനിശാന്തി ആയിരുന്നോ? ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ചാർട്ടിലെ രാജാവ് എന്നൊരു വിലയിരുത്തൽ അന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കറുത്ത കാർ യാത്ര കൊണ്ട് അവർക്ക് രക്ഷയുണ്ടായോ? ഇല്ല. സ്വർണക്കൊള്ളയിലെ കള്ളത്തരത്തിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് കുടുങ്ങി. കട്ടിളപ്പാളിയിലെ പത്തിള പ്രയോഗത്തെ തിരുത്തി ചെമ്പാക്കിയ കയ്യക്ഷരം അദ്ദേഹത്തിന് ജയിൽവാസം ഉറപ്പിച്ചു. കറുത്ത കാറിലെ യാത്ര ജയിൽവാസത്തിൽ നിന്നും രക്ഷിച്ചില്ല എന്ന് സാരം. കറുത്ത കാറിൽ യാത്ര തുടങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. പാർട്ടി സമ്മേളനങ്ങളിൽ നിന്നും പുറത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്ത്, പിന്നാലെ ശബരിമല കൊള്ളയിൽ അറസ്റ്റും. അയ്യപ്പന്റെ കോപം അവിടെയും തീർന്നില്ല. യുവതീ പ്രവേശന കാലത്ത് ശബരിമലയെ നിയന്ത്രിച്ച അന്നത്തെ ദേവസ്വം കമ്മീഷണർ ആയിരുന്നു എൻ വാസുവിന്റെ കയ്യിൽ വിലങ്ങ് വീണു.
മുഖ്യമന്ത്രിയുടെ കറുത്ത കാർ യാത്ര തുടങ്ങിയതിന് പിന്നാലെ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 പേരും അഴിക്കുള്ളിലായി. ഇതെല്ലാം വെറും യാദൃച്ഛികമാണോ, അതോ ദൈവമില്ല എന്ന് പ്രഖ്യാപിച്ച സർക്കാരിനോടുള്ള ഒരു ദൈവിക പ്രതികാരമായി ഇതിനെ കാണേണ്ടി വരുമോ? വിശ്വാസികൾ ഈ അറസ്റ്റുകളെല്ലാം ശബരിമലയിലെ ഈശ്വര ചൈതന്യം കിട്ടിയതിന്റെ ഫലമായിട്ടാണ് വിലയിരുത്തുന്നത്. എല്ലാം ദൈവത്തിന്റെ കളികൾ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ചാർട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് വരാം. അതാണ് ആഗോള അയ്യപ്പ സേവാ സംഗമം. ഇതൊരു സാധാരണ പരിപാടിയല്ല, മറിച്ച് പാപ പരിഹാരത്തിനുള്ള കോടികൾ മുടക്കിയുള്ള ഒരു അറ്റകൈ പ്രയോഗം. ഈ നിലയിലാണ് ചാർട്ടിൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. ഇതിനെ താന്ത്രിക ഉപസംഹാരം എന്ന് വിശേഷിപ്പിക്കുന്നു. താന്ത്രിക ഉപസംഹാരം എന്നാൽ എന്താണ്? ജ്യോതിഷിയുടെ വാക്കുകളിൽ യജമാനൻ തന്നെ ദോഷം പൂർണ്ണമായും അനുഭവിക്കുന്നതിന് പകരം ഇത് സമൂഹത്തിൽ വിലയിപ്പിക്കുന്നതിനെയാണ് താന്ത്രിക ഉപസംഹാരം എന്ന് വിശദീകരിക്കുന്നത്. ഹോ, എത്ര മനോഹരമായ ഒരു തന്ത്രം! ഞങ്ങൾ, അതായത് ഭരണാധികാരികൾ ചെയ്ത പാപത്തിന്റെ ഫലം ഞങ്ങൾ മാത്രം അനുഭവിക്കേണ്ട, അതിനു പകരം നിങ്ങൾ കൂടി, അതായത് ഭക്ത സമൂഹം കൂടി അതിനെ ഏറ്റെടുത്തോളൂ എന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണിത്. ഒരു നിരീശ്വര സർക്കാരിന് ഇതിലും മികച്ചൊരു മാസ്റ്റർ പ്ലാൻ ഇനി എവിടെ നിന്നും കിട്ടാനാണ്? പരിഹാര നിർദ്ദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1008 ഭക്തർ ഒന്നിച്ചുകൂടി 12 മണിക്കൂർ തുടർച്ചയായി ശരണം വിളി. ദോഷത്തെ ഭൂമിയിൽ നിന്നും അകറ്റാനുള്ള ആഗോള സഹഭജനം. അടുത്തത്, സമൂഹത്തിൽ അന്നദാനം നടത്തുക. ദോഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചാൽ പോലും അത് ഇല്ലാതാക്കും. അടുത്തത്, രാജാവിന്റെ സാന്നിധ്യത്തിൽ അന്നദാനം നടത്തുക. സ്വന്തം കൈകൊണ്ട് വിളമ്പിയാൽ ഗുണം കൂടും. ഇവിടെയാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന ആശയം രൂപം കൊള്ളുന്നത്. ഭക്തരെ വിളിച്ചുകൂട്ടി 12 മണിക്കൂർ ശരണം പിടിപ്പിച്ച് ലോകമെമ്പാടുമുള്ള പാപഭാരം ഇല്ലാതാക്കുക. ഭരണാധികാരികളുടെ തെറ്റുകൾക്ക് ഭക്തർ കൂട്ടായി പ്രായശ്ചിത്തം ചെയ്യുക. ഇതിലും വലിയൊരു രാഷ്ട്രീയ സർക്കാസം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ എന്ത് ചെയ്യാനാ, അതും പാളി. ഒറ്റ മനുഷ്യൻ പോലും വന്നില്ല. കഴിഞ്ഞ കാലത്തെ ക്ഷേത്ര വിശ്വാസികളെ ചോദ്യം ചെയ്തവരും യുക്തിവാദം പ്രചരിപ്പിച്ചവരും ഇന്ന് ഭക്തരെ വിളിച്ചുകൂട്ടി പാപപരിഹാര ക്രിയകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ദൈവമില്ല എന്ന് പ്രസംഗിച്ചവരുടെ വീടിനടുത്ത് ഗോമാതാവ്, കറുത്ത കാർ യാത്ര, ലോകമെമ്പാടുമുള്ള ശരണം വിളി. ഇതൊരു തമാശയായി കാണാൻ സാധിക്കുമോ? അവസാനമായിട്ട് നമുക്ക് ഈ സംഭവങ്ങളുടെ എല്ലാം അന്തസത്തയിലേക്ക് വരാം. യുക്തിവാദത്തിന്റെ പ്രവാചകരായി ചമഞ്ഞവർ തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി ഓരോ ജ്യോതിഷ ചാർട്ടിലെ ഓരോ വാചകവും അക്ഷരം പ്രതി അനുസരിച്ചു. നിരീശ്വരൻ എന്ന ലോകം വിളിച്ച ഭരണാധികാരി ശനിശാന്തിക്ക് വേണ്ടി കറുത്ത കാറിൽ യാത്ര തുടങ്ങി. ഭാര്യയും മകളും കൂടി ശനീശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? നവോത്ഥാനം പ്രസംഗിച്ചവർ പാപപരിഹാരത്തിനായി ക്ലിഫ് ഹൗസിൽ ഗോശാല സ്ഥാപിച്ചു. ഏറ്റവും ഒടുവിൽ തങ്ങളുടെ മഹാപാപത്തിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള ഭക്തരെ വിളിച്ച് താന്ത്രിക ഉപസംഹാരം, അതും പാളി. എന്തായാലും ആഗോള സഹഭജനം പാളി. ഇവിടെ 2 ചോദ്യങ്ങളാണ് ഉയർന്നത്. ഒന്ന്, ശബരിമലയിലെ ദൈവവിധിക്ക് മുന്നിൽ യുക്തിവാദം തോറ്റോ? ദൈവകോപം ഒരു സർക്കാരിന്റെ ഭരണത്തെ പോലും തകിടം മറിക്കുമോ? 2, അതോ ഭരണത്തിലെ വൻ പരാജയങ്ങളും പാർട്ടിയിലെ പ്രതിസന്ധികളും അഴിമതി ആരോപണങ്ങളും ശക്തമായപ്പോ ജനശ്രദ്ധ തിരിക്കാനും ഭക്തരെ ഒപ്പം നിർത്താനും വേണ്ടി ദൈവകോപം എന്നൊരു മനോഹരമായ പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് ഈ നിരീശ്വര സർക്കാർ ഉപയോഗിക്കുകയായിരുന്നു? നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരളം കണ്ട ഈ പാപപരിഹാര നാടകത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു? നിങ്ങളുടെ ചിന്തകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾക്ക് നിങ്ങൾ അറിയണമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.